നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. മീനടത്തെ നാടൻ പന്തുകളി അഴിമതി വിജിലൻസ് അന്വേഷിക്കുന്നു. പന്തുകളി പ്രോത്സാഹിപ്പിക്കുന്നതിനായി അനുവദിച്ചത് 3,80,000 രൂപ. വ്യാജ രസീതും വൗച്ചറും നിർമ്മിച്ച് പദ്ധതി തുക വകമാറ്റിയെന്ന ആക്ഷേപം. കാഞ്ഞിരപ്പള്ളി സ്റ്റാൻഡിന് മുന്നിൽ ദേശീയപാതാ വിഭാഗം നടത്തുന്ന ഓട വൃത്തിയാക്കൽ പ്രഹസനമായി. മാലിന്യം മുഴുവൻ മാറ്റിയിട്ടില്ല. ഓടയ്ക്ക് മുകളിൽ വീണ്ടും ഇട്ടിരിക്കുന്നത് പൊട്ടിയ സ്ലാബുകൾ. കോഴി മാലിന്യത്തിൽ നിന്നും വളർത്തുമൃഗങ്ങൾക്കുള്ള ഭക്ഷണവും ജൈവവളവും നിർമ്മിക്കുന്നു. ആധുനിക പ്ലാന്റ് പാറത്തോട്ടിൽ പ്രവർത്തന സജ്ജമായി. റെൻഡറിംഗ് ടെക്നോളജി ഉപയോഗിക്കും. ശബരിമല സന്നിധാനം ഒരുങ്ങി. നവഗ്രഹ കോവിലിൽ പ്രതിഷ്ഠ ഞായറാഴ്ച. വാർത്തകൾ വിശദമായി. മീനടം ഗ്രാമപഞ്ചായത്തിലെ നാടൻ പന്തുകളി അഴിമതി വിജിലൻസ് അന്വേഷണത്തിലേക്ക്. നാടൻ പന്തുകളി പ്രോത്സാഹന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 7 വർഷമായി പണം അനുവദിച്ചെങ്കിലും പരിശീലനത്തിനായി 1 രൂപ പോലും ചെലവഴിച്ചിട്ടില്ല. പദ്ധതി തുക വ്യാജ രസീതും വൗച്ചറും നിർമ്മിച്ച് വകമാറ്റുകയാണ് ഉണ്ടായതെന്ന് ആരോപണം ഉയർന്നു. കോട്ടയത്തിന്റെ സ്വകാര്യ അഹങ്കാരമായിരുന്നു നാടൻ പന്തുകളി മത്സരം. കേരള നേറ്റീവ് ബോൾ ഫെഡറേഷനും നേറ്റീവ് ബോൾ ഫ്രണ്ട്സും സംയുക്തമായാണ് നാടൻ പന്തുകളി മത്സരം സംഘടിപ്പിച്ചിരുന്നത്. എന്നാൽ മീനടം ഗ്രാമപഞ്ചായത്തിലെ നാടൻ പന്തുകളി അഴിമതി വിജിലൻസ് അന്വേഷണത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണിപ്പോൾ. 2011 മുതൽ 2022 വരെയുള്ള കാലയളവിൽ മീനടം ഗ്രാമപഞ്ചായത്തിൽ നാടൻ പന്തുകളി പ്രോത്സാഹനം പദ്ധതിയിൽപ്പെടുത്തി 3,80,000 രൂപ വകയിരുത്തിയിരുന്നു. എന്നാൽ 1 രൂപ പോലും പന്തുകളി പ്രോത്സാഹനത്തിനോ പരിശീലനത്തിനോ നൽകിയിട്ടില്ല. പദ്ധതി തുക നേറ്റീവ് ബോൾ ഫെഡറേഷന്റെ പേരിലും മുൻ പന്തുകളിക്കാരുടെ പേരിലും വ്യാജ രസീതും വൗച്ചറും നിർമ്മിച്ച് വക മാറ്റുകയായിരുന്നുവെന്ന് CPM മീനടം ലോക്കൽ സെക്രട്ടറി സന്തോഷ് വർക്കി പറഞ്ഞു. ഇതുമായി ഈ പൈസ അനുവദിച്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ മീനടം ടീമുമായി നിൽക്കുന്ന നമ്മുടെ പ്രദേശത്തെ കളിക്കാരോട് നിങ്ങൾക്ക് ഇതുപോലെ പണം വെച്ചിട്ടുണ്ടെന്നും അത് അനുവദിച്ചിട്ടുണ്ടെന്നൊക്കെ നമ്മൾ അവരോട് സംസാരിക്കും. ആ സംസാരിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ ഒരു പണം ഞങ്ങൾക്ക് കിട്ടിയില്ല, ഞങ്ങൾക്ക് അതിനെപ്പറ്റി യാതൊരു അറിവുമില്ലെന്ന് പറയുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പദ്ധതിക്കകത്ത് വലിയ കുഴപ്പമുണ്ട്, അതിനകത്ത് വലിയ അഴിമതി നടന്നുവെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതും വിവരാവകാശ നിയമം പ്രകാരം അതിൻ്റെ രേഖകൾ നമ്മൾ ചോദിക്കുകയും അത് ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം ഇതിനകത്ത് പ്രഥമ ദൃഷ്ട്യാ തന്നെ നോക്കിയാൽ കാണാവുന്ന രീതിയിലുള്ള അഴിമതി ബോധ്യമായി. എന്ന് പറഞ്ഞാൽ മീനടം ടീമെന്നല്ല, നാടൻ പന്തുകളിയുമായി ബന്ധപ്പെട്ട് നാട്ടിൽ ഒരിടത്തും പരിശീലനം കൊടുക്കുന്ന ഒരു സംവിധാനം ഇതേവരെ ഉള്ളതായി മുൻകാലങ്ങളിലും ഇപ്പോഴത്തെ അവസ്ഥയിലും ആർക്കും അറിയത്തില്ല. പരിശീലനം കൊടുക്കുന്ന ഒരവസ്ഥ. ടീമിന് പരിശീലനം നൽകി എന്ന നിലയിൽ മുൻ കളിക്കാരും അവരുടെ പേരിൽ വ്യാജ രസീതും വൗച്ചറുകളും ഒക്കെ ഉണ്ടാക്കി പരിശീലനത്തിന് തുക ചെലവായി എന്ന പേരിൽ കുറേ പണം മാറ്റിയിരിക്കുന്നു. പരിശീലകൻ എന്ന പേരിൽ തന്റെ കള്ളയൊപ്പിട്ട് അഴിമതിക്കാർ പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നും കൃത്യമായ അന്വേഷണത്തിലൂടെ തന്റെ നിരപരാധിത്വം തെളിയിക്കണമെന്നും മീനടം പഞ്ചായത്ത് ടീമിലെ മുൻ അംഗം ജയൻ AG പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് ടീം തുടങ്ങുമ്പോൾ 4 വർഷം ക്യാപ്റ്റനായിരുന്നയാളാണ് ജയൻ AG. ടീം തുടങ്ങി കഴിഞ്ഞ ആദ്യകാലത്ത് ക്യാപ്റ്റനൊക്കെ ഞാനായിരുന്നു പഞ്ചായത്ത് ടീം തുടങ്ങുമ്പോൾ. അതിനുശേഷം ഒരു 3-4 വർഷത്തോളം കളിച്ചെന്ന് തോന്നുന്നു. പിന്നെ പുതിയ ആൾക്കാർ വരുന്നു, ഞങ്ങൾ പഴയ ആൾക്കാർ മാറി കൊടുക്കുന്നു. ഞാൻ മാറിയതിന് ശേഷം വീണ്ടുമാണ് ഒരു സാമ്പത്തികമായിട്ടുള്ള എന്നൊക്കെയോ കാര്യങ്ങളിൽ എൻ്റെ ഒപ്പ് അവിടെ വ്യാജ ഒപ്പിട്ട് പണം മാറിയതായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞു. അതിലേ ഉള്ളൂ നമുക്ക് പരാതി. ഇപ്പം പണം മുഴുവൻ മാറിയാലോ ഒന്നും നമുക്ക് പരാതിയില്ല. നമ്മളുടെ പേര് ഞാൻ അറിയാതെ ഞാൻ കൈപ്പറ്റാത്ത പണം ഞാൻ കൈപ്പറ്റിയതായിട്ട് രേഖയിൽ വരികയും അങ്ങനൊരു വൗച്ചർ അവിടെ ഉള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞു. അതേ ഉള്ളൂ. അതാരാണ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എങ്ങനെയാണല്ലോ അത് കണ്ടെത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. നമ്മുടെ നിരപരാധിത്വം ആൾക്കാരറിയണ്ടേ, അത്രേ ഉള്ളൂ. പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ടീമിൽ അംഗമായ തനിക്ക് ഇന്ന് വരെ പരിശീലനം ലഭിച്ചിട്ടില്ലെന്ന് നിലവിലെ കളിക്കാരനായ സിബിൻ പറയുന്നു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യാതൊരു പരിശീലനം ഞങ്ങൾക്ക് പന്തുകളിക്ക് കിട്ടിയിട്ടില്ല. കാരണം പന്തുകളിക്ക് ഞങ്ങൾക്ക് പരിശീലനത്തിന്റെ ആവശ്യമില്ല. അതിന് പരിശീലനം വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു, പക്ഷെ നമുക്ക് കിട്ടിയിട്ടൊന്നുമില്ല. ഇതുമായി ബന്ധപ്പെട്ട പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ മീനടം ഗ്രാമപഞ്ചായത്തിൽ നേരിട്ടെത്തി ആവശ്യമായ തെളിവുകൾ ശേഖരിച്ചു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിന് മുന്നിൽ ദേശീയപാതാ വിഭാഗം നടത്തുന്ന ഓട വൃത്തിയാക്കൽ പ്രഹസനമായെന്ന് ആക്ഷേപം. ഓടയിലെ മാലിന്യം പകുതി മാത്രമാണ് വാരിമാറ്റി വൃത്തിയാക്കിയത്. പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബുകൾ മാറ്റാത്തതിനാൽ കാൽനട യാത്രക്കാർ അപകടം ക്ഷണിച്ചു വരുത്തുകയാണ്.
കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിന് മുൻപിലെ ഓട വൃത്തിയാക്കുന്ന നടപടി പ്രഹസനമായി മാറിയതായി ആക്ഷേപം. ഓടയിലെ മാലിന്യം നീക്കുന്നതിനായി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബസ് സ്റ്റാൻഡ് അടച്ചിട്ടത്. ഓടയ്ക്ക് മീതെയുള്ള സ്ലാബുകളിലൂടെയാണ് ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതും ഇറങ്ങുന്നതും. അടഞ്ഞുകിടക്കുന്ന ഓടകൾ വൃത്തിയാക്കുന്ന ജോലികളാണ് ദേശീയപാത വിഭാഗം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത്. എന്നാൽ ബസ്സുകൾ കയറിയിറങ്ങുന്ന ഭാഗങ്ങളിലെ ഓടകൾ മാത്രമാണ് വൃത്തിയാക്കിയിട്ടുള്ളത്. ഇരുവശങ്ങളിലേക്കുമുള്ള ഓടകളിലെ മാലിന്യം കോരിമാറ്റിയിട്ടില്ല. കൂടാതെ മാലിന്യം നീക്കുന്നതിനായി മാറ്റിയ സ്ലാബുകളിൽ പലതും പൊട്ടിയതും താഴ്ന്നതും കമ്പികൾ ഉയർന്നതുമാണ്. ഈ സ്ലാബുകളിലൂടെയാണ് ദിവസവും നൂറുകണക്കിന് കാൽനട യാത്രക്കാർ കടന്നുപോകുന്നത്. പൊട്ടിയ സ്ലാബുകളുടെ മുകളിലൂടെയുള്ള യാത്ര ഏറെ അപകടകരമാണ്. സ്ലാബുകളുടെ ഇടയിൽ യാത്രക്കാരുടെ കാൽ കുടുങ്ങുന്നതിനും സാധ്യത ഏറെ. ഈ ഓടകളൊന്നും പൂർണ്ണമായും വൃത്തിയാക്കിയിട്ടില്ലെന്നും പൊട്ടിയ സ്ലാബുകൾ മാറ്റണമെന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൻ്റെതാണോ അതോ NH-ൻ്റെതാണോ എന്നറിയത്തില്ല. ഈ കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിലേക്ക് റോഡ് പണി നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട ക്ലിയർ ചെയ്തതാണ്. പകുതി ഓടയെ വാരിയിട്ടുള്ളൂ, ബാക്കി പകുതി അവിടെ കിടക്കുക. സ്ലാബ് ഒരു മനുഷ്യൻ നടന്നു പോകാൻ പറ്റാത്ത രീതിയിലാണ് ഈ സ്ലാബ് ഇവിടെ ഇട്ടേക്കുന്നത്. പൊട്ടിയ സ്ലാബ് ഇട്ടിട്ട് സൈഡിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുക. വെള്ളം ഒഴുകി പോകുന്ന അതിലൂടെ മനുഷ്യൻ റോഡിന് അപ്പുറത്തൂടെ ഇപ്പോൾ ഇറങ്ങി നടക്കുന്നത്. പിള്ളേരും ഈ സിവിൽ സ്റ്റേഷനിലെ പഞ്ചായത്തിലെ ബ്ലോക്കിലെ സർവ്വ ഉദ്യോഗസ്ഥരും ഇതിലെയാണ് പോകുന്നത്. അവർക്ക് ആർക്കും ഒരു പരാതിയില്ല. ഇപ്പോൾ പരാതി പറയുന്നത് ഓട്ടോറിക്ഷക്കാരും മറ്റുള്ളവരുമാണ്. അവർ പറയുന്ന ആര് കേൾക്കാനും, ആരെങ്കിലും കേൾക്കാനുണ്ടോ? പാവപ്പെട്ട മനുഷ്യനല്ലേ ഇതിനകത്ത് വീണ് കാലും കൈ ഓടി സഹായിക്കാൻ ഞങ്ങളേ ഉള്ളൂ, വേറെ ആരുമില്ല. എന്തെങ്കിലും ഒരു ആപത്ത് പറ്റി വീണാൽ ഓടിച്ചെന്നെടുക്കുന്ന ഓട്ടോറിക്ഷക്കാരാണ്. അതുകൊണ്ട് ഇതിലെ ഉദ്യോഗസ്ഥർ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് താഴ്മയായിട്ട് പറയുക, വേറെ ഒന്നും കൂടുതൽ പറയാനില്ല. ഓടകൾ മാലിന്യം കൊണ്ട് നിറഞ്ഞിരുന്നതിനാൽ മഴക്കാലത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഉൾപ്പെടെ ഒഴുകിയെത്തുന്ന വെള്ളം വഴിയരികിലും കെട്ടിടങ്ങൾക്കിടയിലുമായി കെട്ടിക്കിടക്കുകയായിരുന്നു. ഇത് പരിഹരിക്കുന്നതിനാണ് ബസ് സ്റ്റാൻഡ് അടച്ചിട്ട് നവീകരണം നടത്തിയതെങ്കിലും പകുതി മാലിന്യം മാത്രമേ മാറ്റിയിട്ടുള്ളൂ എന്നതാണ് വസ്തുത. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കോഴി മാലിന്യം സംസ്കരിച്ച് വളമാക്കി മാറ്റുന്ന ആധുനിക പ്ലാന്റ് പാറത്തോട്ടിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. കോഴിക്കട മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന റെൻഡറിംഗ് ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോഴിമാലിന്യം സംസ്കരിച്ച് വളർത്തുമൃഗങ്ങൾക്കുള്ള ഭക്ഷണവും കൃഷിക്കാവശ്യമായ ജൈവവളവുമാക്കി മാറ്റുന്ന യുണൈറ്റഡ് റെൻഡറിംഗ് പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 5 മണിക്ക് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി AB രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും. കോഴിക്കടകളിലെ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യ റെൻഡറിംഗ് ടെക്നോളജി ഉപയോഗിച്ച് കോഴി മാലിന്യം സംസ്കരിച്ച് വളർത്തുമൃഗങ്ങൾക്കുള്ള ഭക്ഷണവും കൃഷിക്കാവശ്യമായ ജൈവവളവുമാക്കി മാറ്റുന്ന ആധുനിക പ്ലാന്റാണ് പാറത്തോട് അഞ്ചലിപ്പിൽ യുണൈറ്റഡ് റെൻഡറിംഗ് പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ തയ്യാറായിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന ശുചിത്വ മിഷന്റെ ഔദ്യോഗിക അംഗീകാരത്തിന് വിധേയമായാണ് യുണൈറ്റഡ് റെൻഡറിംഗ് പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആരംഭിക്കുന്നത്. കോഴി മാലിന്യം സംസ്കരിച്ച് വളർത്തുന്നതിനുള്ള ഭക്ഷണവും കൃഷിക്ക് ആവശ്യമായ ജൈവവളമാക്കി മാറ്റുന്ന യുണൈറ്റഡ് റെൻഡറിംഗ് പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം 2025 ജൂലൈ 13 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് ബഹുമാന തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്റ് കാര്യ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് അവർ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട പൂഞ്ഞാർ MLA ഡോക്ടർ സെബാസ്റ്റ്യൻ മുളക്കന് അധ്യക്ഷത. മലിനീകരണവുമായി ബന്ധപ്പെട്ട് കോഴിക്കടകളിൽ നിന്ന് മാലിന്യങ്ങളെ റോഡ് പുറമ്പോക്കിലും പുഴകളിലും പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നത് മൂലം നാം അനുഭവിക്കുന്ന ദുരിതം അവസാനിപ്പിക്കുന്നതിനും വർദ്ധിച്ചു വരുന്ന സാംക്രമിക രോഗങ്ങളെയും മറ്റും തടയുന്നതിനും കോഴിക്കടകളിലെ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യ റെൻഡറിംഗ് ടെക്നോളജി ഉപയോഗിച്ച് കോഴി മാലിന്യം സംസ്കരിച്ച് വളർത്തുമൃഗങ്ങൾക്കുള്ള ഭക്ഷണവും കൃഷിക്ക് ആവശ്യമായ ജൈവവളമാക്കി മാറ്റുന്ന ഒരു ആധുനിക പ്ലാന്റ് പാറത്തോട് അഞ്ചലിൽ യുണൈറ്റഡ് റെൻഡറിംഗ് പ്രോഡക്ട്സ് എന്ന ലിമിറ്റഡ് എന്ന പേരിൽ ആരംഭിക്കുക. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് കുക്കർ സ്വിച്ച് ഓൺ കർമ്മവും KJ തോമസ് ex-MLA ബോയിലറിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ എക്സൽ ഗ്രാനൈറ്റ് പ്രൊപ്രൈറ്റർ സിനിൽ V മാത്യു, മാനേജിംഗ് ഡയറക്ടർ ബോണി V സെബാസ്റ്റ്യൻ, ഡയറക്ടർ മാർട്ടിൻ ഡേവിഡ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത്, ഷെറി T ബേബി, ജോർജ് കുട്ടി TM എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ശബരിമല സന്നിധാനത്ത് നവഗ്രഹ പ്രതിഷ്ഠ ഞായറാഴ്ച നടക്കും. പകൽ 11-നും 12-നും മധ്യേയുള്ള മുഹൂർത്തത്തിലാണ് ചടങ്ങുകൾ.
ശബരിമലയിലെ പുതിയ നവഗ്രഹ ശ്രീകോവിലിൽ പ്രതിഷ്ഠ ഞായറാഴ്ച പകൽ 11-നും 12-നും മധ്യേയുള്ള കന്നിരാശി മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠ. ഇന്ന് വൈകിട്ട് നട തുറന്ന ശേഷം തന്ത്രി കണ്ഠരര് രാജീവരരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശുദ്ധിക്രിയകൾ ആരംഭിച്ചു. ശനിയാഴ്ച പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള പ്രത്യേക പൂജകൾ നടക്കും. പ്രതിഷ്ഠാ ദിനമായ ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം, ശയ്യയിൽ ഉഷപൂജ, മരപ്പാണി തുടങ്ങിയ ചടങ്ങുകൾക്ക് ശേഷമാണ് പ്രതിഷ്ഠാകർമ്മം നടക്കുക. മാളികപ്പുറത്തിന് സമീപമാണ് പുതിയ നവഗ്രഹ ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. നിലവിലുള്ള നവഗ്രഹ ശ്രീകോവിലിൽ കൂടുതൽ അഭികാമ്യമായ സ്ഥലത്തേക്ക് മാറ്റി പ്രതിഷ്ഠിക്കണം എന്ന ദേവപ്രശ്ന വിധി അനുസരിച്ചാണ് പുതിയ നവഗ്രഹ ശ്രീകോവിൽ നിർമ്മിച്ചത്. പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള പൂജകൾ പൂർത്തിയാക്കി ഞായറാഴ്ച രാത്രി 10 മണിക്ക് നടയടയ്ക്കും. ന്യൂസ് ഡെസ്ക്, പൊൻകുന്നം. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് നിർമ്മാണ കരാറുകാരനെ ഒഴിവാക്കാൻ നോട്ടീസ് നൽകിയതായി ഡോക്ടർ എൻ ജയരാജ് MLA. 15 ദിവസത്തിനുള്ളിൽ നോട്ടീസിന് മറുപടി നൽകണമെന്നും വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ കരാറുകാരനെ ഒഴിവാക്കുമെന്നും പുതിയ ടെൻഡർ വിളിക്കുമെന്നും ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം ആരംഭിച്ച കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് സമയബന്ധിതമായി പണി പൂർത്തിയാക്കാതെ കരാർ ലംഘിച്ച ഗുജറാത്ത് ആസ്ഥാനമായ ബാക്ക്ബോൺ കമ്പനിയെ കരാറിൽ നിന്ന് ഒഴിവാക്കാൻ നോട്ടീസ് നൽകി. കിഫ്ബി അവലോകന യോഗത്തിലെ തീരുമാനപ്രകാരമാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 15 ദിവസത്തിനുള്ളിൽ കാരണം ബോധിപ്പിക്കാനാണ് നോട്ടീസ്. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ കരാറിൽ നിന്നും ഒഴിവാക്കാനും തീരുമാനിച്ചു. അതിനുശേഷം പുതിയ ടെൻഡർ പുറപ്പെടുവിക്കുമെന്ന് ഡോക്ടർ എൻ ജയരാജ് MLA അറിയിച്ചു. ദേശീയപാത 183-ലെ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ നിന്ന് ആരംഭിച്ച് മണിമല റോഡിനും ചിറ്റാർപ്പുഴയ്ക്കും മുകളിലൂടെ മേൽപ്പാലം നിർമ്മിച്ച് ടൗൺ ഹാളിന്റെ പുറകുവശത്തുകൂടി പൂതക്കുഴി ഫാബീസ് ജംഗ്ഷനിൽ ദേശീയപാതയിൽ എത്തുന്ന വിധമാണ് ബൈപ്പാസിന്റെ രൂപരേഖ. ഫ്ലൈ ഓവറിനായുള്ള തൂണിന്റെ കമ്പിപാകലും പൂർത്തിയായിട്ടുണ്ട്. പഞ്ചായത്ത് ഓഫീസ് ജംഗ്ഷനിൽ ട്രാഫിക് റൗണ്ടാന സ്ഥാപിക്കാൻ മണ്ണും നീക്കി. ബൈപ്പാസ് റോഡിൽ മെറ്റലും പാകിയിട്ടുണ്ട്. 1.8 മീറ്ററോളം ദൂരം ഉള്ളതാണ് ബൈപ്പാസ്. 78.69 കോടി രൂപയാണ് പദ്ധതിയുടെ തുക. നിർമ്മാണ തുക കൂട്ടി നൽകണമെന്നാവശ്യപ്പെട്ടാണ് കരാർ കമ്പനി നിർമ്മാണം നിർത്തിവെച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കോട്ടയം മെഡിക്കൽ കോളേജിൽ പുതിയ മെൻസ് ഹോസ്റ്റൽ നിർമ്മിക്കാൻ പദ്ധതി. 20.5 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി. ഇപ്പോഴുള്ള ഹോസ്റ്റൽ കെട്ടിടത്തിന് സമീപത്തായാണ് പുതിയ കെട്ടിടം പണിയുന്നത്. അതേസമയം ഇപ്പോഴുള്ള പഴകിയ കെട്ടിടം നവീകരിക്കാൻ 40 ലക്ഷം രൂപയുടെ കരാറായി. കോട്ടയം മെഡിക്കൽ കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ അറ്റകുറ്റപ്പണിക്ക് 40 ലക്ഷം രൂപയുടെ കരാറായി. ഹോസ്റ്റലിലെ 80 വിദ്യാർത്ഥികളെ പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിർമ്മിച്ച പുതിയ ഹോസ്റ്റലിലേക്ക് മാറ്റും. അറ്റകുറ്റപ്പണി ആവശ്യമായ മുറികളിൽ താമസിക്കുന്നവരെയാണ് മാറ്റിയത്. ഹോസ്റ്റലിലാകെ 266 കുട്ടികളാണ് ഉള്ളത്. പുതിയ ഹോസ്റ്റൽ നിർമ്മാണത്തിനിടെ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണും മറ്റും നീക്കം ചെയ്തുടൻ വിദ്യാർത്ഥികളെ അങ്ങോട്ട് മാറ്റും. കഴിഞ്ഞ വർഷം ഹോസ്റ്റലിൽ 25 ലക്ഷം രൂപയ്ക്ക് ശുചിമുറികളുടെ അറ്റകുറ്റപ്പണിയും 10 ലക്ഷം രൂപയ്ക്ക് വൈദ്യുതീകരണ ജോലികളും നടത്തിയിരുന്നു. പുതിയ ഹോസ്റ്റലിൽ വൈദ്യുതി, വെള്ളം തുടങ്ങിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും പാരാമെഡിക്കൽ ഹോസ്റ്റലിൽ ഉണ്ടാവും. ഹോസ്റ്റൽ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വിദ്യാർത്ഥികളുടെ യോഗം വ്യാഴാഴ്ച ചേർന്നു. പുതിയ ഹോസ്റ്റൽ ബ്ലോക്ക് വരുന്നതോടെ നിലവിൽ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ എല്ലാ പരാതികൾക്കും പരിഹാരമാകും. 23 കോടി രൂപയുടെ പ്രോജക്ട് PWDയിൽ നിന്നും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് നൽകിയിട്ടുണ്ട്. ഇത് അംഗീകരിക്കുന്നതോടെ പുതിയ ഹോസ്റ്റൽ നിർമ്മിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വാടകയ്ക്കെടുത്ത വാഹനങ്ങൾ ഉടമയറിയാതെ മറിച്ചുവിറ്റയാൾ അറസ്റ്റിൽ. മൂവാറ്റുപുഴ മുടവൂർ കുറ്റിക്കാട്ടുചാലിൽ അബൂബക്കർ സിദ്ദിഖിനെയാണ് രാമപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരന്റെ ട്രാക്ടറിന് മാസം 15,000 രൂപ വാടക നൽകാമെന്നും പിക്കപ്പ് വാഹനം നല്ല വിലയ്ക്ക് നൽകാമെന്നും പറഞ്ഞ് കരാറിൽ ഏർപ്പെട്ട പ്രതി പിന്നീട് വാഹനം മറിച്ചു വിൽക്കുകയായിരുന്നു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള അംഗങ്ങൾക്കായി നടപ്പാക്കുന്ന ലൈഫ് ലൈൻ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. അസോസിയേഷനിൽപ്പെട്ട അംഗം മരണപ്പെട്ടാൽ 10 ദിവസത്തിനുള്ളിൽ 10 ലക്ഷം രൂപ കുടുംബത്തിന് നൽകുന്ന പദ്ധതിയാണിത്. തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലാകെ 30,000-ഓടടുത്താണ് ക്യാഷ് കൊടുത്തവർ. പക്ഷേ അതിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കില്ല. അവരവർ ബന്ധപ്പെടുന്ന യൂണിറ്റുകളിൽ പണം ഏൽപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ ഔദ്യോഗികമായ രേഖ കൊടുത്തുകൊണ്ട് കൈമാറിക്കൊണ്ട് നാളെ അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി VN വാസവൻ അവർ നാളെ നടത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മീനടത്തെ നാടൻ പന്തുകളി അഴിമതി വിജിലൻസ് അന്വേഷിക്കുന്നു. പന്തുകളി പ്രോത്സാഹിപ്പിക്കുന്നതിനായി അനുവദിച്ചത് 3,80,000 രൂപ. വ്യാജ രസീതും വൗച്ചറും നിർമ്മിച്ച് പദ്ധതി തുക വകമാറ്റിയെന്ന ആക്ഷേപം. കാഞ്ഞിരപ്പള്ളി സ്റ്റാൻഡിന് മുന്നിൽ ദേശീയപാത വിഭാഗം നടത്തുന്ന ഓട വൃത്തിയാക്കൽ പ്രഹസനമായി. മാലിന്യം മുഴുവൻ മാറ്റിയിട്ടില്ല. ഓടയ്ക്ക് മുകളിൽ വീണ്ടും ഇട്ടിരിക്കുന്നത് പൊട്ടിയ സ്ലാബുകൾ. കോഴി മാലിന്യത്തിൽ നിന്നും വളർത്തുമൃഗങ്ങൾക്കുള്ള ഭക്ഷണവും ജൈവവളവും നിർമ്മിക്കുന്നു. ആധുനിക പ്ലാന്റ് പാറത്തോട്ടിൽ പ്രവർത്തന സജ്ജമായി. റെൻഡറിംഗ് ടെക്നോളജി ഉപയോഗിക്കും.
ശബരിമല സന്നിധാനം ഒരുങ്ങി നവഗ്രഹ കോവിലിൽ പ്രതിഷ്ഠ ഞായറാഴ്ച. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.